നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 8 സ്വാഗതം. സത്യഭാമയുമായി ബന്ധപ്പെട്ട പാരിജാതം പുഷ്പത്തിൻ്റെ കഥയും സ്യമന്തകമണിയുടെ കഥയും ഭഗവാന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 അധ്യായങ്ങളാണ്. സത്യഭാമയുടെ പിതാവായ സത്രാജിത്ത് സൂര്യഭക്തനായിരുന്നു. സൂര്യദേവൻ പ്രസന്നനായി അദ്ദേഹത്തിന് സ്യമന്തകമണി എന്ന ദിവ്യരത്നം സമ്മാനിച്ചു. ഈ മണി കൈവശമുള്ള നാട്ടിൽ ദാരിദ്ര്യമോ പകർച്ചവ്യാധികളോ ഉണ്ടാകില്ലെന്നും അത് ദിവസവും 8 ഭാരം സ്വർണം നൽകുമെന്നുമായിരുന്നു പ്രത്യേകത. ഈ മണി രാജ്യത്തിന് ഗുണകരമാകാൻ ഉഗ്രസേന മഹാരാജാവിന് നൽകണമെന്ന് കൃഷ്ണൻ ഉപദേശിച്ചു. എന്നാൽ സത്രാജിത്ത് അത് കേട്ടില്ല. പിന്നീട് സത്രാജിത്തിന്റെ സഹോദരനായ പ്രസേനൻ ഈ മണിയുമണിഞ്ഞ് നായാട്ടിന് പോയി. കാട്ടിൽ വെച്ച് ഒരു സിംഹം പ്രസേനനെ കൊന്ന് മണി കൊണ്ടുപോയി. പ്രസേനൻ തിരിച്ചു വരാത്തതിനാൽ കൃഷ്ണൻ മണി മോഷ്ടിക്കാൻ പ്രസേനനെ കൊന്നതാണെന്ന് സത്രാജിത്ത് നാട്ടിലാകെ പ്രചരിപ്പിച്ചു. തൻ്റെ പേരിലുള്ള അപവാദം മാറ്റാനായി കൃഷ്ണൻ കാട്ടിലേക്ക് പോയി. അവിടെ പ്രസേനനെ സിംഹം കൊന്നതായും ആ സിംഹത്തെ ഒരു കരടി കൊന്നതായും ഭഗവാൻ കണ്ടെത്തി. ആ കരടിയെ പിന്തുടർന്ന് കൃഷ്ണൻ ഒരു ഗുഹയിലെത്തി. അത് രാമായണ കാലത്തെ ജാംബവാൻ ആയിരുന്നു. മണിക്ക് വേണ്ടി കൃഷ്ണനും ജാംബവാനും 28 ദിവസത്തെ യുദ്ധം ചെയ്തു. ഒടുവിൽ കൃഷ്ണൻ സാക്ഷാൽ ശ്രീരാമനാണെന്ന് ജാംബവാൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം മാപ്പു ചോദിക്കുകയും മണിയോടൊപ്പം തൻ്റെ മകളായ ജാംബവതിയെ കൃഷ്ണന് വിവാഹം കഴിച്ചു നൽകുകയും ചെയ്തു. തിരികെ ദ്വാരകയിലെത്തിയ കൃഷ്ണൻ സത്രാജിത്തിനെ വിളിച്ച് മണി ഏൽപ്പിച്ചു. തൻ്റെ തെറ്റായ ആരോപണത്തിൽ ലജ്ജിതനായ സത്രാജിത്ത് പരിഹാരമായി തൻ്റെ മകളായ സത്യഭാമയെ ഭഗവാന് വിവാഹം കഴിച്ചു നൽകുകയും മണി ഭഗവാന് തന്നെ സമ്മാനമായി നൽകുകയും ചെയ്തു. സത്യഭാമയുടെയും രുക്മിണിയുടെയും ഭക്തിയും സ്വഭാവവും പരീക്ഷിക്കപ്പെട്ട കഥയാണ് പാരിജാത പുഷ്പത്തിൻ്റെ കഥ. ഒരിക്കൽ നാരദ മഹർഷി ഇന്ദ്രലോകത്തെ ദിവ്യപുഷ്പമായ പാരിജാതം ഭഗവാന് നൽകി. ഭഗവാൻ അത് അടുത്തുണ്ടായിരുന്ന രുക്മിണിക്ക് നൽകി. ഇതറിഞ്ഞ സത്യഭാമ കടുത്ത പിണക്കത്തിലായി. തനിക്ക് പൂവ് മാത്രം പോരാ, ആ മരം തന്നെ വേണമെന്ന് വാശി പിടിച്ചു. സത്യഭാമയുടെ ആഗ്രഹം നിറവേറ്റാൻ ഭഗവാൻ ഇന്ദ്രലോകത്ത് പോയി പാരിജാത മരം വേരോടെ പിഴുതെടുത്തു. ഇത് ഇന്ദ്രനും കൃഷ്ണനും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി. ഒടുവിൽ ഇന്ദ്രനെ പരാജയപ്പെടുത്തി ഭഗവാൻ മരം ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. മരം നട്ടത് സത്യഭാമയുടെ മുറ്റത്താണെങ്കിലും അതിലെ പൂക്കൾ വീണിരുന്നത് തൊട്ടടുത്തുള്ള രുക്മിണിയുടെ മുറ്റത്തായിരുന്നു. ഇത് സത്യഭാമയുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാനായി ഭഗവാൻ ചെയ്ത ലീലയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സത്യഭാമയുമായി ബന്ധപ്പെട്ട ഈ 2 കഥകളും ഭഗവാന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. നന്ദി, നമസ്കാരം.